നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു അതിഥിയുണ്ട് നമ്മോടൊപ്പം. അതിഥിയെ ശ്രീജ പരിചയപ്പെടുത്തും അല്ലേ? അതിഥി അല്ല, ശരിക്കും നമ്മുടെ വീട്ടുകാരനാണ്, നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ താരമാണ്. ആരാണ് വന്നിരിക്കുന്നത്? നമുക്ക് കണ്ടു നോക്കിയാലോ? പറയൂ വിശേഷം പറയൂ. സന്തോഷം, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ കലോത്സവത്തിൽ ഒരു ഐറ്റം കഴിഞ്ഞു, ഇപ്പോൾ ലളിതഗാനം കഴിഞ്ഞു. അതിലെനിക്ക് എ ഗ്രേഡ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത ലളിതഗാനം തന്നെയാണ് ഞാൻ സംസ്ഥാനത്ത് എനിക്ക് എ ഗ്രേഡ് കിട്ടിയത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് സംസ്കൃത ഗാനാലാപനമുണ്ട് വൈകിട്ട്, പിന്നെ നാളെ ശാസ്ത്രീയ സംഗീതമുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ബദരി ചില്ലറക്കാരനൊന്നും അല്ല. നമ്മൾ വിചാരിക്കും എന്താണ് സ്വന്തമായിട്ടൊരു പാട്ടൊക്കെ ചിട്ടപ്പെടുത്തി പാടിയ ഒരാളാണ് ലളിതഗാനത്തിന്, എന്നിട്ടാണ് എ ഗ്രേഡ് കിട്ടിയത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനം എന്ന് പറയുന്നത്. ബദരി നമ്മുടെ സ്വന്തം കുടുംബാംഗമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നമുക്ക് പാടിപ്പിച്ചിട്ട് തന്നെ തുടങ്ങാം. ആ പാട്ട് ബദരി സ്വന്തമായിട്ട് പാടിയ ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം. നിളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമനിശീധിനിയിൽ, നിളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമനിശീധിനിയിൽ, ഹാരമണിഞ്ഞുറങ്ങും നീരജ പുഷ്പമേ ഉണരൂ നീ, നീരജ പുഷ്പമേ ഉണരൂ നീ, നിളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമനിശീധിനിയിൽ. അടിപൊളി. വെറുതെ അല്ല എ ഗ്രേഡ് കിട്ടിയ കലക്കൻ, നല്ല സൂപ്പർ മിടുക്കൻ കേട്ടോ. എന്തായാലും നമ്മൾ ഇതുപോലെ ഇത്രയും കഴിവുള്ള കുട്ടികളെ തന്നെയാണ് നമ്മൾ സൂപ്പർ സ്റ്റാറിലൂടെ കൊണ്ടുവരുന്നത് എന്നത് അമൃതയെ സംബന്ധിച്ചും അഭിമാനം തന്നെയാണ്. എന്തായാലും ബദരിയുടെ പാട്ടുകൾ ഒരുപാട് പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വേദിയിൽ ബദരി ഇവിടെ കിട്ടുമ്പോൾ പാടിക്കാതെ എങ്ങനെ വിടും? നമുക്കപ്പോൾ ഒരു സിനിമ പാട്ടാകാം അടുത്തതായിട്ട്. ഓക്കെ പാടാം. ബദ്രി അടിപൊളി. കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, ചുറ്റും ഇങ്ങനെ സ്പീക്കറാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പവലിയനാണ്. ഈ ഒച്ചയ്ക്കിടയിൽ ശ്രുതി തെറ്റാതെ അടിപൊളിയായിട്ട് പാടിയിരിക്കുകയാണ് അല്ലേ അശ്വതി? തീർച്ചയായും. എനിക്ക് ഒരു പാട്ടുകൂടെ കേൾക്കണമെന്നുണ്ട്, ഒരു പാട്ടുകൂടെ പാടിത്തരൂ. வார்த்தை தேவையில்லை வாழும் காலம் வரை பாவை பார்வை மொழி பேசுமே, நேற்று தேவையில்லை நாளை தேவையில்லை இன்ற இந்த நொடி போதுமே, வேறின்றி விதையின்றி விண் தூவும் மழையின்றி இதை என்ன இவன் தோட்டம் பூ போகுதே,
வாலின்றி போரின்றி பலிக்கின்ற யுதமின்றி இதயன்ன இவனுக்குள் என்னை வெல்லுதே இதயம் முழுதும் இனுக்கும் இந்த தயக்கம் எங்க கொண்டு நிறுத்தம் இதையறிய எங்கு கிடைக்கும் விளக்கம் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முந்தளிரே தானதோம் தனன தானதோம் தனன தானதோம் திரதானோம் தன பூக்கள் பூக்கும் தருணம் ஆறுயிரே பார்த்ததாருமில்லையே உலரும் காலை பொழுதே முழுமதியும் பிறந்து போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போதவில்லையே எதுவும் பேசவில்லையே இன்று ஏனோ எதுவும் தோன்றவில்லையே என்ன புதுமை இரவும் விடியவில்லையே அது விடிந்தால் பகலும் முடியவில்லையே பூந்தளிரே മധുരയ്ക്ക് ഇനിയും കോമ്പറ്റീഷൻ ഉണ്ട്. ശാസ്ത്രീയ സംഗീതം ഉണ്ട്. 4 മണിക്കാണ് കോമ്പറ്റീഷൻ, അറിയാം. എങ്കിൽ പോലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി പാടിത്തന്നു. ബുദ്ധിമുട്ടാണ് എന്നറിയാം. എങ്കിൽ കൂടി PCR ആവശ്യം വന്നിട്ടുണ്ട്. ഒരു പാട്ട് കൂടി കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ചെറുതായിട്ട് 2 വരി മതി. 2 വരിയും കൂടെ പാടിച്ചിട്ട് പ്ലീസ് പ്ലീസ്. ഓക്കെ. ബദ്രി അടിപൊളി. ബദ്രിയുടെ പാട്ട് കേട്ട് നമ്മുടെ PCR നിന്ന് ഓരോരുത്തരും ഇങ്ങനെ പറയുകയാണ്, ഇതെൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഇത് എനിക്ക് വേണ്ടി, എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി എന്നൊക്കെ പല പ്രായക്കാരും ഇങ്ങനെ പറയുകയാണ്. അല്ല, ഇനിയും പാട്ട് വേണമെന്ന് ആവശ്യമുണ്ട്. ഞാനായിട്ട് പറഞ്ഞു ഇനി പറ്റില്ല, കാരണം ആ കുട്ടിക്ക് ഇനി കോമ്പറ്റീഷൻ ഉണ്ട്, ശാസ്ത്രീയ സംഗീതം ഉണ്ട്. അപ്പോൾ എന്തായാലും തൊണ്ടയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കൂ, നന്നായിട്ട് പെർഫോം ചെയ്യൂ, A ഗ്രേഡുമായിട്ട് വരൂ, ടോപ്പർ ആവൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്.